സ്പീക്കറിൽ കാണുന്ന ഈ സുഷിരം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്താണ്? എന്താണ് ഇതിൻ്റെ ധർമ്മം? ഇതാണ് ബേസ് റിഫ്ലക്സ്. ഈ കുപ്പി നോക്കൂ. ഇതിൽ ഞാൻ ഭാഗികമായിട്ട് ഏതാണ്ട് കാൽഭാഗത്ത് മാത്രമേ വെള്ളം നിറച്ചിട്ടുള്ളൂ. ഇതൊരു സ്പീക്കറിലെ ബേസ് റിഫ്ലക്സ് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ കേട്ട ശബ്ദം ലോ ഫ്രീക്വൻസിയിലുള്ള ഒരു ബേസ് ശബ്ദമാണ്. ഇനി ഞാൻ ഈ കുപ്പിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയാണ്. ഏകദേശം പകുതിയോടെടുത്ത് ഞാൻ ഈ നിറമുള്ള വെള്ളം ഒഴിക്കുകയാണ്, ഏതാണ്ട് പകുതി ഭാഗം. ഇനി ഞാനിതിലേക്ക് ഊതുന്നു. നേരത്തെ ഉണ്ടായ ശബ്ദത്തിനേക്കാൾ കുറച്ചും കൂടെ പിച്ച് കൂടി. ഞാൻ ഇനിയും വായുരൂപത്തിൻ്റെ നീളം കുറയ്ക്കുകയാണ്. അതിനുവേണ്ടി കുറേ കൂടെ ഞാൻ വെള്ളം ഒഴിക്കുന്നു. ഈ കുപ്പിയുടെ 3/4 ഭാഗത്തോളം വെള്ളമാണ്. നോക്കൂ, ഇപ്പോൾ ഇത്രയും ഭാഗത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്, ഈ ലെവൽ വരെ. കുറച്ച് മാത്രമേ വായുരൂപമുള്ളൂ. പിച്ച് കുറച്ചുകൂടെ കൂടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കുപ്പിക്കുള്ളിലുള്ള വായുരൂപത്തിൻ്റെ നീളത്തിനനുസരിച്ച് ഫ്രീക്വൻസി മാറുന്നു. വായുരൂപത്തിൻ്റെ നീളം എത്ര കൊണ്ട് കുറയുന്നുവോ അത്ര കണ്ട് ഫ്രീക്വൻസി കൂടുന്നു. അതായത് നല്ല ബേസ് സിഗ്നൽ കിട്ടണമെങ്കിൽ വായുരൂപത്തിൻ്റെ നീളം കൂടുതലായിരിക്കണം. കുപ്പിയിലെ വായുവിൻ്റെ അളവ് മാറുമ്പോൾ ശബ്ദത്തിൻ്റെ സ്വഭാവവും, അതായത് പിച്ചും മാറുന്നു. ഇതിനുള്ളിലെ വായു ഏറ്റവും ഉയർന്ന ആയതിയിൽ അഥവാ ഉയർന്ന ആംപ്ലിറ്റ്യൂഡിൽ പ്രകമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നത്. കുപ്പിക്കുള്ളിലുള്ള വായു അതിൻ്റെ തനത് ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ആവൃത്തിയെ നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. റെസൊണൻസ് എന്ന പ്രതിഭാസം നടക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഉച്ചത ഏറ്റവും ഉയർന്നതായിരിക്കും. ഈ രീതിയിലുള്ള വായുരൂപത്തിൻ്റെ പ്രകമ്പനത്തെ ഹെൽമോൾട്സ് റെസൊണൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയൊക്കെ കാര്യം ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസ് റിഫ്ലക്സ് സ്പീക്കർ പ്രവർത്തിക്കുന്നത് ഈ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോമ സയൻസിൻ്റെ മറ്റൊരു ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. സ്പീക്കറിൻ്റെ ഉള്ളിലെ വായുവും പോർട്ടിലൂടെ ചലിക്കുന്ന വായുവും ഇങ്ങനെ ഒരു റെസൊണൻസ് ഉണ്ടാക്കി നമ്മൾ കേൾക്കുന്ന ബേസിനെ ശക്തമാക്കുന്നു. അവിടെ നിന്നൊരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ബേസ് റിഫ്ലക്സ് സ്പീക്കർ എന്നത് വളരെ കൃത്യമായി ട്യൂൺ ചെയ്ത ഒരു കുപ്പി പോലെയാണ്. വായുവിൻ്റെ റെസൊണൻസ് ഉപയോഗിച്ച് താണ ആവൃത്തിയിലുള്ള ശബ്ദം, അതായത് ബേസ്, അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഒരു കുപ്പി പോലെയാണ് ഈ സുഷിരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് ഒരു ചെറിയ ഹോളുള്ള ബോക്സ് വലിയ ബേസ് ഉണ്ടാക്കുന്നത്? അത് നമുക്ക് നോക്കാം. സുഷിരങ്ങളില്ലാത്ത സ്പീക്കറുകളെ സീൽഡ് സ്പീക്കർ എന്നാണ് വിളിക്കുന്നത്. ഇതിനുള്ളിൽ വായു പുറത്തു വരാതെ അടഞ്ഞിരിക്കും. സ്പീക്കർ ഡ്രൈവർ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുമ്പോൾ ഈ വായു ഒരു സ്പ്രിങ്ങിനെ പോലെ പ്രവർത്തിക്കും. എന്നാൽ ബേസ് റിഫ്ലക്സ് ഡിസൈനിൽ ബോക്സിന് ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഈ ഹോളിനെ നമ്മൾ പോർട്ട് അഥവാ വെന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ സുഷിരം ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കുപ്പിയുടെ വായു പോലെ തന്നെ സ്പീക്കർ പോർട്ടിനുള്ളിലുള്ള വായു, അതിനെ എയർ മാസ് എന്ന് വിളിക്കും, മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നു. അതേസമയം ബോക്സിനുള്ളിലെ വായു ഒരു സ്പ്രിങ്ങിനെ പോലെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പോർട്ടിലുള്ള വായുവിൻ്റെ മാസും ബോക്സിനുള്ള വായുവിൻ്റെ സ്പ്രിംഗ് ഇഫക്റ്റും ചേർന്ന് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ റെസൊണൻസ് ഉണ്ടാകുന്നു. ഈ റെസൊണൻസ് ആണ് ബേസിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. ഇക്കാരണത്താൽ ചെറിയ സ്പീക്കർ പോലും വലിയ ബേസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സ്പീക്കർ പോർട്ട് വെറുമൊരു സുഷിരം മാത്രമല്ല എന്ന് മനസ്സിലായല്ലോ. അതൊരു കെയർഫുള്ളി ട്യൂൺഡ് അക്വസ്റ്റിക് സിസ്റ്റമാണ്. കുപ്പിയിൽ വെള്ളത്തിൻ്റെ അളവ് മാറ്റി നാം പിച്ച് മാറ്റിയതുപോലെ സ്പീക്കർ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ബോക്സ് വോളിയവും പോർട്ടിൻ്റെ സൈസും, അതായത് നീളവും ഡയമീറ്ററും മാറ്റി ബേസിനെ ട്യൂൺ ചെയ്യുന്നു. എങ്ങനെയാണ് ബോക്സ് സൈസ്, പോർട്ട് ലെന്ത് ഇവ ബേസ് ക്വാളിറ്റിയെ നിയന്ത്രിക്കുന്നത് നമുക്ക് നോക്കാം.
ഇതിനെ നമ്മൾ ട്യൂണിംഗ് എന്നാണ് വിളിക്കുന്നത്. ഒരു സബ്വൂഫർ സ്പീക്കർ ഡ്രൈവർ ഉണ്ടാക്കുന്ന ലോ ഫ്രീക്വൻസി ശബ്ദം റെസണൻസ് എന്ന പ്രതിഭാസം വഴി ഉച്ചത വർദ്ധിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ബേസ് റിഫ്ലക്സ് സ്പീക്കറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്യൂണിംഗ് ആണ്. കാരണം റെസണൻസ് ശരിയായ ഫ്രീക്വൻസി സംഭവിച്ചാൽ മാത്രമേ ബേസ് ശക്തമാകൂ. ഇത് മനസ്സിലാക്കാൻ വീണ്ടും നമുക്ക് കുപ്പിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. കുപ്പിയിൽ കൂടുതൽ വെള്ളം ഒഴിച്ചപ്പോൾ റെസണൻസ് ഫ്രീക്വൻസി ഉയർന്നു. ഹെൽമോസ് റെസണൻസ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഹെൽമോസ് റെസണൻസ് 3 കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, ബോക്സിനുള്ളിലെ വായുവിൻ്റെ വോളിയം, മറ്റൊന്ന് പോർട്ടിൻ്റെ നീളം, മറ്റൊന്ന് പോർട്ടിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. സ്പീക്കർ ബോക്സ് ചെറുതായാൽ ബേസ് ഡീപ്പർ ആകില്ല, കാരണം ഉള്ളിലെ വായു കൂടുതൽ സ്റ്റിഫാകും. ഇനി പോർട്ടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കുപ്പിയുടെ വായു ചെറുതോ വലുതോ ആയാൽ ശബ്ദം മാറും. അതേപോലെ സ്പീക്കർ പോർട്ട് നീളം കൂടിയാൽ ഉള്ളിലെ വായു കൂടുതൽ മാസ്സായി പ്രവർത്തിക്കും. ഇത് റെസണൻസ് ഫ്രീക്വൻസിയെ കുറയ്ക്കും, അഥവാ ബേസ് കൂടുതൽ ഡീപ്പാകും. പോർട്ട് ചെറുതായാൽ റെസണൻസ് ഫ്രീക്വൻസി ഉയരും. എഞ്ചിനീയേഴ്സ് ബോക്സ് വോളിയം, പോർട്ട് ഡയമീറ്റർ, പോർട്ട് ലെന്ത് ഇവ 3ഉം ബാലൻസ് ചെയ്ത് ഒരു സ്പെസിഫിക് ട്യൂണിംഗ് ഫ്രീക്വൻസി തിരഞ്ഞെടുക്കുന്നു. ഈ ട്യൂണിംഗ് ഫ്രീക്വൻസിയിലാണ് പോർട്ട് ഏറ്റവും ശക്തമായി വായുവിനെ ചലിപ്പിക്കുന്നത്. അതുവഴി ഡ്രൈവർ ഒറ്റയ്ക്കുണ്ടാക്കുന്ന ബേസ് വീണ്ടും ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു. ഇവിടെ ഒരു ഇലക്ട്രോണിക്സും നമ്മൾ ഉപയോഗിക്കുന്നില്ല ആംപ്ലിഫിക്കേഷന് വേണ്ടി എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. അതായത് സ്പീക്കർ ഡ്രൈവർ മാത്രമല്ല ഹെവി ബേസ് ഉണ്ടാക്കുന്നത്. ഇവിടെ ബോക്സിനുള്ളിലെ വായുവും പോർട്ടിനുള്ളിലെ വായുവും സ്പീക്കറും ചേർന്ന് ഒരു അക്വസ്റ്റിക് പാർട്ണർഷിപ്പായി പ്രവർത്തിക്കുന്നു. ഇതാണ് ബേസ് റിഫ്ലക്സ് ഡിസൈനിൻ്റെ രഹസ്യം. ആദ്യകാലങ്ങളിൽ പോർട്ട് ചെയ്ത സ്പീക്കറുകളിൽ പോർട്ടിന് അനുയോജ്യമായ വ്യാസവും പോർട്ടിൻ്റെ പൈപ്പും നീളവും നിർണ്ണയിക്കാൻ സ്പീക്കർ ഡിസൈനർമാർക്ക് വിപുലമായ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ഒരു നിശ്ചിത വലുപ്പത്തിലുള്ള ക്യാബിനറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോർട്ടിന് എത്ര സൈസ് ഉണ്ടായിരിക്കണം, ലെങ്തും ഡയമീറ്ററും ഉണ്ടായിരിക്കണം എന്ന് കണക്കാക്കുന്ന നിരവധി ചാർട്ടുകളും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ലഭ്യമാണ്. ഈ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചാലും എൻക്ലോഷർ നല്ലതായി ബേസ് നൽകുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പ്രോട്ടോടൈപ്പുകളിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയേ കഴിയൂ. ശരിയായ പോർട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം വൺ നോട്ട് ബേസ് എന്നുള്ള പ്രശ്നമാണ്. പോർട്ട് ശരിയായി ട്യൂൺ ചെയ്തിട്ടില്ലെങ്കിൽ എൻക്ലോഷർ നല്ല രീതിയിലുള്ള ബേസ് നൽകുന്നതിന് പകരം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ മാത്രം ഉയർന്ന ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഒരു ഭൂമി ശബ്ദം ഉണ്ടാക്കും. ഇതാണ് വൺ നോട്ട് ബേസ് എന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത് പോർട്ട് നോയ്സ് ഷഫിംഗ് എന്ന് പറയും. പോർട്ടിൻ്റെ വലുപ്പം നീങ്ങുന്ന വായുവിൻ്റെ അളവിനേക്കാൾ ചെറുതായാൽ അതിനുള്ളിലുള്ള വായുവിന് വേഗത കൂടും. ഇത് ടെർബുലൻസ് ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഉയർന്ന വോളിയത്തിൽ. അപ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഞാൻ ഈ ഷഫ് എന്ന് പറഞ്ഞത്. അതൊരു കാറ്റ് വീശുന്ന ശബ്ദം പോലെ ഇരിക്കും. അനാവശ്യ ശബ്ദം അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു. മഡി അല്ലെങ്കിൽ ലൂസ് ബേസ്, അതാണ് വേറൊരു പ്രശ്നം. ശരിയായി ഡിസൈൻ ചെയ്യാത്ത എൻക്ലോഷർ സാധാരണയായി കൃത്യതയില്ലാത്ത, വൈകി മാത്രം പ്രതികരിക്കുന്ന, ഒരു ലൂസായി തോന്നുന്ന ബേസ് ഉണ്ടാക്കുന്നു. ഇതൊരു സീൽഡ് സ്പീക്കർ നൽകുന്ന പ്രിസിഷൻ ബേസിനേക്കാളും വളരെ കുറവായിരിക്കും. മറ്റൊന്നുള്ളത് മിഡ് റേഞ്ച് ലീക്കേജ്. പോർട്ട് തെറ്റായ സ്ഥാനത്ത് വയ്ക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് 2-വേ സ്പീക്കറുകളിലും മറ്റും അനാവശ്യമായ മിഡ് റേഞ്ച് ഫ്രീക്വൻസികൾ പോർട്ടിലൂടെ പുറത്തേക്ക് വരും. ഇത് മൊത്തത്തിലുള്ള ശബ്ദത്തെ മഡിയാക്കും. ഇന്ന് നമ്മൾ കണ്ടത് ഒരു ചെറിയ കുപ്പിയിലൂടെ തുടങ്ങുന്ന വലിയ ഒരു സത്യത്തെയാണ്. ബേസ് എന്നത് സ്പീക്കർ ഡ്രൈവറിൻ്റെ ശക്തി മാത്രമല്ല, അത് വായുവിൻ്റെ റെസണൻസിൻ്റെ ഫലം കൂടിയാണ്. ശരിയായി ട്യൂൺ ചെയ്താൽ നല്ല രീതിയിലുള്ള ബേസ് ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പോർട്ടുകൾ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഫിസിക്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹൈ ബേസ് ഉള്ള സ്പീക്കർ പെർഫോമൻസ് നേടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു സ്പീക്കർ തിരഞ്ഞെടുക്കുമ്പോൾ കെയർഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ബേസ് റിഫ്ലക്സ് ഉള്ള സ്പീക്കർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ലോക്കലി മെയ്ഡ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാത്തതാണെങ്കിൽ ബേസ് റിഫ്ലക്സ് ഇല്ലാത്ത ക്ലോസ്ഡ് എൻക്ലോഷർ, അതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾക്ക് എന്താണ് ബേസ് റിഫ്ലക്സ് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
ദയവായി ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം ലൈക്ക് നൽകുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബും ചെയ്യുക. സോ സ്റ്റേ ക്യൂറിയസ് ടിൽ നെക്സ്റ്റ് ടൈം. താങ്ക് യു.